ടിന്നിയും അതായത് ഇപ്പോൾ നിർണായകമായ ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയ്ക്ക് ശേഷം എസ് ജയശങ്കർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് പല തലത്തിൽ പല അർത്ഥത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ തിരിച്ചടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അടിയന്തരമായി ചെയ്യേണ്ട സൈനിക തിരിച്ചടി ഏത് രീതിയിലാകണം ഡിന്നി? നോക്കൂ ശ്രീ ഹാഷ്മി, ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതായത് ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും ഇത് ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് തീരുമാനിക്കുന്ന ഏറ്റവും നമ്മുടെ നാടിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള സെക്യൂരിറ്റി ഇതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്ന പൊളിറ്റിക്കൽ ആയാലും ശരി സൈനികമായാലും ശരി അവരുടെ ലീഡർഷിപ്പ് തന്നെ ആയിരിക്കും. അപ്പം ഒരു കാരണവശാലും മറ്റാരും അതിനെക്കുറിച്ച് അറിവോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷനോ കിട്ടാൻ സാധ്യതയില്ല. അത് ഒരിക്കലും അങ്ങനെ നടക്കാനും പോകുന്നില്ല. പക്ഷെ നമ്മളെല്ലാം ചില പഴയ എക്സ്പീരിയൻസ് വെച്ചും പഴയ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ വെച്ചും നമുക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഇതിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കൂ. ഇപ്പം ശ്രീ ഹാഷ്മി പറഞ്ഞ അതേ വികാരം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഭാരതത്തിലുള്ള എല്ലാ പൗരന്മാരുടെ മനസ്സിലുള്ളത്. അതായത് അത്രമാത്രം വേദന ഉണ്ടാക്കിയ ഒരു ഭീകരവാദ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഇഷ്യൂ ആയിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ അതിന് ഒരു കാരണവശാലും ഒരു തിരിച്ചടി, അതും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വിഷ്വലായിട്ടുള്ള നമ്മളെ മനസ്സിനകത്ത് അത് അങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് കണ്ട് ബോധിക്കുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കും നടക്കുന്നത് സൈനിക തലത്തിൽ. പക്ഷെ അതല്ലാതെ തന്നെ മറ്റ് പല തലത്തിലുള്ള ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ കാണുന്നത്. കാരണം വെറും സൈനിക ലെവലിൽ മാത്രമല്ല. കാരണം ശ്രീ ഹാഷ്മി, എത്ര അടി കിട്ടിയാലും പഠിക്കാത്തൊരു രാജ്യമാണ് പാകിസ്ഥാന്റെ സൈന്യവും. അതിനകത്ത് അവർക്ക് നിലനിൽപ്പ് പോലും, അവർക്ക് തന്നെ സ്വന്തം കാലിൽ തന്നെ നിൽക്കാൻ പറ്റാത്തൊരു ശേഷിയില്ലാത്തൊരു രാജ്യമാണ്. അവർക്ക് ഡെയിലി അവർക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അവർ ആരെങ്കിലും അടുത്ത് ഭിക്ഷ ചോദിച്ചാലേ ഒക്കെ പറ്റത്തുള്ളൂ. ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ല, പെട്രോൾ ഇല്ല, ഒന്നുമില്ല. അവരുടെ ആകെ ഉള്ളത് ഭീകരവാദികളാണ്. ആ ഭീകരവാദികളെ മറ്റ് രാജ്യങ്ങൾ, എന്തിനാ അഫ്ഗാനിസ്ഥാനിലേക്ക് വരെ പറഞ്ഞയച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിലേക്ക് നമ്മൾ തിരിച്ചടി കൊടുക്കുമ്പം ഈ എല്ലാ കാര്യം, അതായത് എത്ര അടി കിട്ടിയാലും പഠിക്കാത്ത രാജ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കി ആയിരിക്കും ഇവർ തിരിച്ചടി ചെയ്യുന്നത്. കാരണം ഇനി ഒരു അടി അവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വർഷത്തേക്കെങ്കിലും, കാരണം എന്നേക്കും അവർ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. കാരണം എൻ്റെ വിശ്വാസം പാകിസ്ഥാൻ സൈന്യം എന്ന് വരെ ഉണ്ടോ അന്ന് വരെ ഇതേപോലത്തെ കാര്യങ്ങൾ നമുക്ക് മാത്രമല്ല ലോകത്തെ എല്ലാ സ്ഥലത്തും അവർ ഈ ഭീകരവാദമായിട്ട് നടക്കും. അപ്പോൾ പാകിസ്ഥാൻ സൈന്യം എന്ന് ഇല്ലാതാവുന്നോ അന്ന് ഈ ഏരിയയിൽ സമാധാനം വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിയാക്ഷനാണ് ഞാൻ കാണുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം വളരെ ഉറപ്പാണ്, സൈന്യം ഇന്നത്തെ ഈ പറയുന്ന വർഷങ്ങളൊക്കെ സൈന്യവും തീവ്രവാദികളും നമ്മൾ പല ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. സൈന്യത്തിന് രക്തസാക്ഷിത്വം ഉണ്ടാവുന്നുണ്ട്, തീവ്രവാദികൾ കൊല്ലപ്പെടുന്നുണ്ട്. ഇതങ്ങനെയല്ലല്ലോ. നോക്കൂ ശ്രീ എസ് ടിന്നി, അവിടെ ഈ പറയുന്ന താഴ്വാരത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വെക്കേഷൻ കാലത്ത് അച്ഛനമ്മമാർക്കൊപ്പം കൂടപ്പിറപ്പുകൾക്കൊപ്പം മക്കൾക്കൊപ്പം അങ്ങോട്ടേക്ക് വരുന്ന കുറച്ച് പരമസാധു മനുഷ്യരല്ലേ, പാവങ്ങളല്ലേ, അവരെ പിടിച്ചു നിർത്തി പോയിന്റ് ബ്ലാങ്കിൽ പേര് ചോദിച്ച് നാട് ചോദിച്ച് വെടിവെച്ച് കൊല്ലുന്നത് അങ്ങേയറ്റം ബ്രൂട്ടലല്ലേ? ഡിന്നി, അപ്പോ ബ്രൂട്ടലായ ഒരു പ്രതികരണം അർഹിക്കുന്നുണ്ട് ഈ അതിന്റെ മാസ്റ്റർ ബ്രെയിൻസ്. ആബ്സല്യൂട്ട്ലി, അതിനകത്ത് യാതൊരു സംശയമില്ല ശ്രീ ഹാഷ്മി. ഏത് സൈഫുള്ള കസൂരി ആയാലും ശരി, അവന്റെ ഫ്യൂസ് ഊരുന്ന കാര്യം തന്നെ ആയിരിക്കും ആർമി ചെയ്യാൻ പോകുന്നത്, ഇന്ത്യൻ ആർമി ചെയ്യാൻ പോകുന്നത്, ഇന്ത്യൻ എയർഫോഴ്സ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഊരിയും ബാലാക്കോട്ട് പുൽവാമയും അത് സൈനികർ അഗെയിൻസ്റ്റ് ആയിരുന്നു. അന്ന് സൈനികരുടെ അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്ത ആ ഒരു ആക്ഷൻ അഗെയിൻസ്റ്റ് ആണ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്കും ബാലാക്കോട്ട് എയർ സ്ട്രൈക്കും ചെയ്തത്. ഇത് ശ്രീ ഹാഷ്മി പറഞ്ഞ പോലെ ഒരു കാരണവശാലും ഒരു കാര്യത്തിലും ഇടപെടാത്ത സാധാരണക്കാരായ മനുഷ്യർ അവരുടെ സ്വന്തം കുടുംബാംഗങ്ങളുമായിട്ട് കുറച്ച് നല്ല ഓർമ്മകൾക്കായിട്ട് വന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പേര് ചോദിച്ച് ഓരോരുത്തരെ ആണുങ്ങളെ മാറ്റി നിർത്തി പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചത്. അപ്പം ആ ലക്ഷ്മണ രേഖ അല്ലെങ്കിൽ ആ റെഡ് ലൈൻ ക്രോസ് ചെയ്തിരിക്കുന്നു, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം ഏറ്റവും ഭയാനകമായിട്ടുള്ള ഏറ്റവും തീവ്രമായിട്ടുള്ള തിരിച്ചടി തന്നെ ആയിരിക്കും ഇത് നടക്കാൻ പോകുന്നത്. കാരണം അതിൽ കുറഞ്ഞ ഒരു കാര്യവും നമ്മളെ മനസ്സിനകത്ത് അത് ഒരു ഭാരതം എന്നുള്ള ഒരു ആ രാജ്യത്ത് അല്ലെങ്കിൽ രാഷ്ട്രത്തിൽ ഒരിക്കലും അതിൽ കുറഞ്ഞ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇന്ന് നമ്മൾ എത്രയൊക്കെ ഇവിടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് പറഞ്ഞാലും ആ 28 ഫാമിലീസിന്റെ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക, കശ്മീരികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് ഒരുവിധം പിടിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമുദായം, അവരുടെ ഈ ജോലിയും അവരുടെ ജീവിത മാർഗം എല്ലാം അടച്ച രീതിയിലേക്കാണ് ഇത് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഇന്ന് കശ്മീരിൽ പോലും പ്രതിഷേധം ഇത്രയും ശക്തമായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ ഇതിനെല്ലാം പകരം ചോദിക്കണം, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതൊരു ചെസ്റ്റ് തമ്പിങ്ങോ അങ്ങനൊന്നുമല്ല, ഇതൊരു രാജ്യത്തിന്റെ ഒരു രാഷ്ട്രത്തിന്റെ വികാരമാണ്. ആ വികാരം മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിനുള്ള തിരിച്ചടി എന്നാണ് എനിക്ക് പറയാനുള്ളത്.